വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണെന്നല്ലേ, നമ്മളിപ്പോൾ മാൾട്ടയിൽ ബ്ലൂ ഗ്രോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് അട്രാക്ഷൻ കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ശരിക്കും നമ്മൾ മാൾട്ടയുടെ ആ ഒരു സെൻറ്റർ ഏരിയയിൽ നിന്ന്, അതായത് സിറ്റി ഏരിയയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലേസ് കാണാൻ പറ്റുക കേട്ടോ. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം കടലും അതിൻ്റെ ഏരിയാസാണ്. ഇത് ഏകദേശം ഒരു എൻഡ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാലാണ് നമുക്ക് ബ്ലൂ ഗ്രോട്ടോ കാണാൻ പറ്റുക. രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു സൈഡ് ഏരിയയിൽ കാണാൻ പറ്റുന്നത് ഡിങ്കി ക്ലിഫ് ഏരിയ ആണ് കേട്ടോ. അത് ഫുള്ളായിട്ട് നമുക്ക് ശരിക്കും ആ ഒരു ക്ലിഫ് പോയിൻ്റ് അതിൻ്റെ മുകളിൽ വന്നിട്ട് താഴേക്ക് കാഴ്ചകൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പുറത്തെ സൈഡിലുള്ളത്. അതിൻ്റെ ഒരു എൻഡ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഇനി ഇവിടുത്തെ അങ്ങോട്ടേക്ക് ആ ഒരു ഡിങ്കി ക്ലിഫ് ഏരിയ നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ എൻഡ് പോയിന്റിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി പ്ലേസാണ് ബ്ലൂ ഗ്രോട്ടോ. അപ്പോൾ പല ആൾക്കാരും ഈ ബ്ലൂ ഗ്രോട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് എന്താ സംഭവം എന്ന് അറിയില്ല അല്ലേ. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറലി ഫോം ആയിട്ടുള്ള കുറച്ച് കേവ്സ് ആണിത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വാട്ടർ കളർ ഭയങ്കര ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കടലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു വഴിയാണ് കേട്ടോ. ചെറിയൊരു ഏരിയ മാത്രമാണ്, ഇതിൻ്റെ സൈഡിലായിട്ട് റോഡാണുള്ളത്. അവിടെ നിന്ന് വന്നാൽ നമുക്ക് ഈ ഒരു ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും അപ്പുറത്തെ സൈഡിലുള്ള ആ റോഡിനും ഇപ്പുറത്തെ സൈഡിലുള്ള ഈ ഒരു ക്ലിഫ് ഏരിയൻ്റെ ഇടയിലായിട്ടുള്ള ചെറിയൊരു സ്പേസിലാണ് അവരിങ്ങനെ ഒരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കടലിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. രാവിലെ സമയത്തും വൈകുന്നേര സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൺസെറ്റും സൺറൈസും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ തന്നെ ആ ലൈറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പോൾ രാവിലത്തെ ആ ഒരു വെയിലൊക്കെ ഉദിച്ച് വരുന്നൊരു സമയമാണ്. ശരിക്കും കുറച്ച് സമയം വന്നിരിക്കാൻ പറ്റിയ പ്ലേസാണ്. അത് മാത്രമല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ വന്ന് കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ആ ബ്ലൂ ഗ്രോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. നമുക്ക് ചെറിയൊരു കേവ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാ ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഈ ഒരു ബ്ലൂ ഗ്രോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലൂ ആയിട്ടുള്ള കളർ വാട്ടറാണ്. ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഈ ഒരു ലോങ് വ്യൂ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഇതിൻ്റെ താഴേക്ക് ഒരു 500 മീറ്റേഴ്സ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബോട്ടിംഗ് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബോട്ട് റൈഡ് എടുത്ത് ഈ ഒരു ഏരിയയിൽ മൊത്തം വരാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു കേവ്സ് ഒക്കെ ഭയങ്കര ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് മാക്സിമം വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ മാത്രമാണ് കേട്ടോ. കുറച്ച് മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇത്രയാണ് കവർ ചെയ്യാൻ പറ്റുക. കാരണം ഇവിടെ ഇങ്ങനെ ഈ ഒരു വാൾ ഇവർ കൺസ്ട്രക്ട് ചെയ്ത് ഗേറ്റൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അധികം അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ഗ്രോട്ടോ അല്ലെങ്കിൽ ഈ ഒരു കേവ്സിൻ്റെ ഒക്കെ ഒരു ലോങ് വ്യൂ നമുക്ക് കിട്ടുള്ളൂ. ഇതിന് ശേഷം നമ്മളിനി പോകാൻ പോകുന്നത് ഇതിൻ്റെ താഴെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബ്ലൂ ഗ്രോട്ടോയുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ബബു അലി എന്നാണ് ഈ ഒരു ഏരിയനെ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാലാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ഗ്രോട്ടോൻ്റെ ഒരു ലോങ് വ്യൂ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 237 മീറ്റേഴ്സും അതുപോലെ തന്നെ ഹൈറ്റ് വേരിയേഷൻ എന്ന് പറയുന്നത് 325 മീറ്റേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 95 മീറ്റേഴ്സും ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അവിടേക്കാണ് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി പോകാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിംഗ് ഏരിയയിലേക്ക് എത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ട്സ് കാണാൻ പറ്റുമല്ലേ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ബോട്ടിലാണ് നമ്മൾ ആ ഒരു കേവിൻ്റെ സൈഡിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ട് വന്ന് അതിനകത്തുള്ള ആൾക്കാർ ഇറങ്ങി ആ ബോട്ട് തന്നെ വീണ്ടും പോകുന്ന രീതിയിൽ 2-3 ബോട്ട് സർവീസസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അടുത്ത ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയേക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഓഫ് റൈഡ് ശരിക്കും നമുക്കുണ്ട്. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലത്തെ കുഞ്ഞി ബോട്ടിൽ നല്ല അത്യാവശ്യം സ്പീഡൊക്കെ ഉള്ള ബോട്ടാണ് കേട്ടോ. അതിനകത്ത് പോയിട്ട് നമ്മളിപ്പം നല്ല സ്പീഡിലാണ് പോണത്. അതിനുശേഷം ആ ഒരു കേവ്സിൻ്റെ സൈഡിലൊക്കെ വരുമ്പോൾ അവർ കുറച്ച് സമയം സ്ലോ ഡൗൺ ചെയ്ത് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു കേവ് സൈഡിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഡിഫറെൻറ്റ് കേവ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല എന്താ പറയുക നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഡാർക്ക് ഷെയ്ഡും അതുപോലെ ലൈറ്റ് ഷെയ്ഡിലുള്ള സ്റ്റോൺസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പോരത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ചില സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൂർത്ത കല്ലുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം, നമ്മൾ വച്ച് പിടിപ്പിച്ചിട്ടുള്ള പോലെ. പക്ഷേ അത് താഴേക്ക് വീഴില്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതാ ഇതിപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കേവ് സൈഡാണ് നമ്മൾ കവർ ചെയ്യുന്നത് നോക്കൂ. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പതിയെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് ഒരുപാട് കേവ്സ് ഉണ്ട് ചെറുതും വലുതായിട്ടുള്ളത്, പല ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഡാർക്ക് ബ്ലൂ വാട്ടർ കാണാൻ പറ്റും. പക്ഷെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ബ്ലൂ കളർ കാണാൻ പറ്റും. അങ്ങനെ ബ്ലൂവിൽ തന്നെയുള്ള പല പല ഷെയ്ഡ്സ് കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ശരിക്കും അണ്ടർ വാട്ടർ കളേഴ്സ് ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഗ്രീൻ, ഓറഞ്ച് അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെന്നാണ് പറയുക. പക്ഷെ നമ്മൾ ശരിക്കും ഈ ഒരു ബ്ലൂ കളറാണ് നല്ല ഭംഗിയായിട്ട് ഒരു ക്ലോസപ്പ് വ്യൂ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ശരിക്കും ആ ഒരു ബ്ലൂ കളർ കണ്ടോ. ഇപ്പോൾ ആ ഒരു ബ്ലൂ കളർ നമുക്ക് കാണാൻ പറ്റുക, നമുക്ക് ശരിക്കും താഴത്തെ ഫ്ലോർ കാണാൻ പറ്റും. അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ആ ലൈറ്റ് പൊന്മാൻ നീല എന്നൊക്കെ നമ്മൾ ശരിക്കും പറയില്ല, അത്ര ഭംഗിയുള്ള ബ്ലൂ കളറാണ് നമുക്കിവിടെ കാണാൻ പറ്റുക കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. കാരണം ഭയങ്കര രസമാണ് ഇവിടെ താഴത്തെ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്നതോട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണാൻ പറ്റും. അത് ശരിക്കും നമ്മൾ ഫ്ലോർ താഴെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും താഴേക്ക് ഒരുപാട് ആഴമില്ലെന്ന്. പക്ഷേ ഏകദേശം 5 മീറ്ററോളം നമ്മളിപ്പോൾ ഈ കണ്ട ഏരിയയിൽ തന്നെ ഏകദേശം 5 മീറ്ററോളം താഴേക്ക് ആഴമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് അപ്പുറത്തെ സൈഡിലുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേവ്സും കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ വന്നാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കേവ്സ് എന്നൊക്കെ പറയുന്നത് കുറേ കൂടിയും കളർ കോമ്പിനേഷനിലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. അത് മാത്രമല്ല നമുക്കിങ്ങനെ കാർവ് ചെയ്തെടുത്തൊക്കെ പോലത്തെ ഒരു കേവ്സാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഡാർക്കായിട്ടുള്ള ഗുഹകളൊക്കെ പോലത്തെ ഒരു ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചെന്നാൽ കംപ്ലീറ്റ്ലി ഡാർക്കാണ്. അപ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റിൽ വരെ പോയതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ഒരു യൂ ടേൺ എടുത്ത് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ആ കേവിൻ്റെ സൈഡിൽ നിന്ന് പുറത്തേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പോൾ ചെറിയ ഭയങ്കര പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഈ മുൻപ് കണ്ട കേവ്സിൻ്റെയൊക്കെ കണ്ടിന്യൂവേഷൻ കാണാൻ പറ്റും. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു രസമുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഈ ഒരു ബ്ലൂ ഗ്രോട്ടോ ഏരിയയിൽ മാൾട്ടയിലാണുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇറ്റലിയിൽ നിന്ന് ആൾക്കാർ ബ്ലൂ ഗ്രോട്ടോ കാണാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഡിഫറെൻറ്റ് ബോട്ട് സർവീസസും ക്രൂസ് സർവീസസും ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ കാണാൻ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ മാൾട്ടയിലുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു സിറ്റി സെൻറ്ററിൽ നിന്ന് ഈ ഒരു ബ്ലൂ ഗ്രോട്ടോ കാണാൻ വരാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 20-30 മിനിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേവ്സ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഉള്ളിലേക്ക് കയറി കാണുന്ന പോലത്തെ കേവ്സ് അല്ല, ഒരു ലോങ് വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആണ്. പിന്നെ രസം ഇവിടുത്തെ കളർ തന്നെയാണ് കേട്ടോ. നമ്മളിതാ ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോറൊക്കെ കാണാൻ പറ്റും.
അത്ര രസമായിട്ടുള്ള കളറാണ് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റുക. ഭയങ്കര ഭംഗിയുള്ള ബ്ലൂ എന്നൊക്കെ പറയില്ലേ, നേരത്തെ കണ്ട പോലത്തെ തന്നെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ചില സൈഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്ര ഭംഗിയുള്ള കളർ കാണാൻ പറ്റും. പിന്നെ ചില ഏരിയാസിൽ പോകുമ്പോൾ ഈ ഒരു കളറിൽ ഡിഫറൻസസ് ഉണ്ടാവും. ചില സ്ഥലത്ത് കുറേ കൂടി ഡാർക്ക് ബ്ലൂ ആയിരിക്കും, ചില സ്ഥലത്ത് കുറേ കൂടി, അത് ഓരോ ഏരിയയുടെ ആഴം, അവിടുത്തെ ആ കൈൻഡ് ഓഫ് സാൻഡ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കൂടെ വന്ന ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു കേട്ടോ. പുള്ളി നമ്മുടെ ഗൈഡും കൂടിയാണ്. അപ്പോൾ പുള്ളി എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഇങ്ങനെ സ്പീഡ് ബോട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇരുന്നോളണം, നമുക്ക് എഴുന്നേറ്റ് നിന്ന് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നല്ലൊരു ഗൈഡ് തന്നെയായിരുന്നു. പുള്ളി നമ്മളോട് എഴുന്നേറ്റ് നിന്ന് വീഡിയോസൊക്കെ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അടിപൊളി കുറേ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ ബോട്ട് ടൂർ ഒരുപാട് സമയം ഇപ്പോൾ കഴിഞ്ഞു. ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. നമുക്ക് എവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, പക്ഷേ ഇവിടുത്തെ ഏരിയാസൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലൂ ഗ്രോട്ടോ ടൂർ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ എവിടെ ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ബോട്ടിൽ കയറിയത് അവിടെ തന്നെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആണ് ബോട്ടിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 15 euros പെർ പേഴ്സൺ ആണ് ഇവിടെ ബോട്ടിങ്ങിന് കേട്ടോ. അത് സീസൺ ഡിഫറെൻ്റ് ആവുന്ന അനുസരിച്ച് ചിലപ്പോൾ ആ റേറ്റിൽ വ്യത്യാസങ്ങൾ വരാം. പക്ഷേ ഏകദേശം ഒരു 20 euros തന്നെ നമുക്ക് ഈ ഒരു ബോട്ട് ടൂർ എന്തായിരുന്നാലും എടുക്കാൻ പറ്റും. വളരെ നല്ല ഭംഗിയായിട്ട് ഈ കേവ്സൊക്കെ ഭയങ്കര രസമായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ബോട്ട് ടൂർ എടുത്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ചു പോകാണ് കേട്ടോ. ഇനിയിപ്പോൾ മാൾട്ടയിൽ ഇത് മാത്രമല്ല, ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ മറ്റൊരുപാട് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോയ പോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വന്ന് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോയിന്റ്. അപ്പോൾ ബോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ കാണുന്ന ആ ഒരു റോക്സ് ഒക്കെ ശരിക്കും അപ്പുറത്ത് നമ്മൾ കണ്ട ആ ഒരു കേവ്സിൻ്റെയൊക്കെ തന്നെ ഒരു കളർ കോമ്പിനേഷനൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ പറ്റിയ പ്ലേസ് തന്നെയാണത്. അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഏരിയ ആണത്. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ നിന്നാണ് നമ്മളെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ സീനറീസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണത്. അപ്പോൾ നമ്മൾ ബ്ലൂ ഗ്രോട്ടോ കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഹാഫ് ഡേ പ്ലാൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇവിടേക്ക് വരാനും പോകാനൊക്കെ ഒരു 1.5 അവർ എങ്ങനെ പോയാലും എടുക്കും. പിന്നെ ഇവിടെ വന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്യാനൊരു 1 അവർ, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു വ്യൂ പോയിന്റിൽ നിന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒരു 1 അവർ, അങ്ങനെ ഏകദേശം ഒരു 3-4 മണിക്കൂർ എന്തായിരുന്നാലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ മാൾട്ടയിലത്തെ ടോപ്പ് അട്രാക്ഷൻസിലൊന്ന് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ് ബ്ലൂ ഗ്രോട്ടും അതുപോലെ തന്നെ കൊമിനോ ഐലൻഡും. ഇത് രണ്ടാണ് ഞാൻ ടോപ്പ് 1-2 പൊസിഷനിൽ പറയുന്ന പ്ലേസസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.